മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. വീണ്ടും മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ്, കാസർഗോഡ് വനിതാ ലീഗിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ആയിഷ ഫർസാന ഒരു ഉളുപ്പുമില്ലാതെ പച്ചവർഗീയത തുപ്പിയിട്ട് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. ഈ ആയിഷ ഫർസാന പച്ചവർഗീയത പറയുന്നതിന്റെ ഒരു ഭാഗവും അതേപോലെ തന്നെ മറ്റൊരു തരത്തില് മറ്റു മതങ്ങളെ കൂട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലുള്ളൊരു പ്രസംഗവും ഞാനിവിടെ മുന്നോട്ട് വെക്കാം. അതും വർഗീയതക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഓരോ ആളുകളും ചിന്തിക്കേണ്ടത്. ഏതായാലും ആദ്യത്തെ പച്ചവർഗീയത തുപ്പുന്നത് നിങ്ങളൊന്ന് കേട്ടുവെക്കൂ. കൃത്യമായിട്ട് ഈ ആയിഷ ഫർസാന മതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് വലിയ ഐക്യമൊക്കെ പ്രഖ്യാപിക്കുന്നത് നിങ്ങളതൊന്ന് കേട്ടു. ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്, നിങ്ങൾ അള്ളാഹുവിന്റെ പാശത്തിൽ മുറുകെ പിടിക്കുക, വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. പ്രിയപ്പെട്ടവരെ, ആശയപരമായി പല വ്യത്യാസങ്ങളും നമുക്കിടയിൽ ഉണ്ടാവും, പല ആദർശ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ ആദർശ വ്യത്യാസങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനോ നമ്മുടെ സമുദായത്തിനോ ദോഷം വരുന്ന വിധത്തിൽ ആവാൻ പാടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നമ്മുടെ ഇടയിൽ ഈകെക്കാരുണ്ടാവും, KP-ക്കാരുണ്ടാവും, മുജാഹിദ് ഉണ്ടാവും. സമസ്തയിൽ തന്നെ പല വിഭാഗത്തിലുള്ള ആളുകളെ സ്വീകരിക്കുന്നവരുണ്ടാവും, നേതാക്കന്മാരായിരിക്കും. പക്ഷേ ഒരു തരത്തിലും ഒരവസ്ഥയിലും നമ്മൾ ഭിന്നിച്ചു പോകരുത്. നമ്മൾ ഒന്നിച്ചു നിൽക്കാനുള്ളവരാണ്. നിങ്ങൾ കേട്ടില്ലേ? ഇതേതെങ്കിലും മതപ്രഭാഷണം നടത്തല്ല ഈ ആയിഷ ഫർസാന. ഇവര് ഈ നടത്തുന്നത് മുസ്ലിം ലീഗിലെ കാളക്കോട്ടിയിട്ട് വോട്ട് ചെയ്യിപ്പിക്കുക. ഓരോ ആളുകളും ചിന്തിക്കണോ, നിങ്ങളെ വിശ്വാസത്തിന്റെ പേരിൽ ഏത് രീതിയിലുള്ള സംഘടനകളൊക്കെ ഉണ്ടാവും. ഈ സമുദായവുമായി ബന്ധപ്പെട്ട് നിരവധി സംഘടനകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ വിശ്വാസത്തിന്റെ പേരിൽ ഏത് രീതിയിലും തല്ലുകൂടിക്കോളൂ, ഒരു പ്രശ്നമില്ല, നിങ്ങൾ ഭിന്നിച്ചു തന്നെ പോയിക്കോളൂ. പക്ഷെ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുമ്പോൾ ഐക്യത്തിൽ എല്ലാവരും ഒരുമിച്ച് വരണം, വിശ്വാസത്തെ അപ്പുറത്തും. അതിനു മുമ്പ് പ്രത്യേക തരത്തിൽ ഇവിടെ ഒരു ടീമായിട്ട് നിൽക്കണം. ഇതല്ലേ പച്ചവർഗീയത? ഇത് മുസ്ലിങ്ങൾ ഉൾപ്പെടെ ചിന്തിക്കേണ്ടതാ. ഇത് മുസ്ലിം സമുദായത്തെ പോലും അപമാനിക്കുക ഈ ആയിഷ ഫർസാന. മറ്റു മതങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ട്. മറ്റു മതങ്ങളിൽ ഇത് കേൾക്കുന്ന ആളുകളൊന്നും മന്ദബുദ്ധികളൊന്നല്ല. ഒരു മതത്തിന്റെ പേരില് സകല സംഘടനകളോടും ഐക്യമുണ്ടാക്കിയിട്ട് മുസ്ലിം ലീഗിലേക്ക് വോട്ട് ചോദിക്കുന്നതാ ഈ കേൾക്കുന്നത്. ഇത് കേരളത്തിലെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ മത ഐക്യമുണ്ടാക്കിയിട്ട് വോട്ടൊക്കെ വാങ്ങുന്ന UDF-ന് എതിരെ തന്നെ കേരളത്തിൽ മറ്റു മതങ്ങളിലുള്ള ആളുകള്, ബോധമുള്ള ആളുകള് വോട്ടു ചെയ്യില്ലേ? ഇത് ഓരോ മലയാളിയും വിവേകത്തോടെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട, ചർച്ച ചെയ്യേണ്ട വിഷയ. ഈ ആയിഷ ഫർസാനയ്ക്ക് ഈ തുപ്പിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അന്തിച്ചർച്ച നടത്താത്തത്? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവരുന്ന് എത്രാമത്തെ തവണയാ പച്ചവർഗീയത തുപ്പിയിട്ട് ഈ രംഗത്ത് വരുന്നത്? ഇവർ ഈ പച്ചവർഗീയത പറയുന്നതിൽ ഇവർക്ക് തോന്നിയത് ഈ രീതിയിലുള്ള ന്യായീകരണങ്ങളുണ്ട്. പക്ഷെ ബോധവും വിവേകവും വിവരവുമുള്ള ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാൻ സാധിക്കൂലേ? ഇത് മത ഐക്യ ആഹ്വാനം നടത്തി ഇതൊരുമാതിരി മറ്റ് സ്ഥലങ്ങളിലെ ആഹ്വാനങ്ങൾ പോലെ തന്നെയല്ലേ ഈ തോന്നുന്നത്? ഐക്യമുണ്ടാവണം. ഏത് വിധേയരും മതത്തിന്റെ പേരിൽ ഐക്യം, ദൈവത്തെ പോലും കൂട്ടുപിടിച്ചിട്ട് ഐക്യമുണ്ടാവണം. എന്തിന് വോട്ട് ചെയ്യാനേ? എന്നിട്ട് ഇവര് എന്തിനു വേണ്ടി നിലകൊള്ളുന്നവരാ? വർഗീയതക്കെതിരെ. അതാണ് ഏറ്റവും വലിയ രസം. നിങ്ങൾ അതൊന്നും കേട്ടോ. ഈ കാസർഗോഡും മഞ്ചേശ്വരത്തും നമ്മൾ UDF-ന് സ്ഥാനാർത്ഥികളാണ്. വർഗീയതയെ തുരത്താൻ വേണ്ടിയിട്ട്, മതേതരത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്, സഹോദര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആദിമതഭേദമന്യേ ഒന്നിച്ചു നിന്നതിന്റെ ഫലമായിട്ടാണ് മഞ്ചേശ്വരത്തും കാസർഗോഡും വർഗീയ ശക്തികളെ തുരത്തിയോടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അല്ലാതെ കേവലം മുസ്ലിങ്ങളുടെ വോട്ട് മാത്രം കിട്ടിയിട്ടല്ല. അല്ല, ഈ ആയിഷ ഫർസാനയ്ക്ക് എന്തായി കരുതുന്നത്? മറ്റു മതങ്ങളിലുള്ള ആളുകളൊക്കെ ഇവിടെ പൊട്ടന്മാരാണ് എന്നാണോ? ഒരു സ്ഥലത്ത് നിന്ന് ഇവര് പോയിട്ട് പ്രസംഗിക്കും, ദൈവത്തെ പോലും കൂട്ടുപിടിച്ചിട്ട് പറയും ഐക്യമാണ് ഇവിടെ വലുത്, ഐക്യത്തോടു കൂടി നിൽക്കണം. ഒരു സംഘടന പല വ്യത്യാസങ്ങളിൽ പല രീതിയിൽ മുന്നോട്ട് പോകും. അതൊക്കെ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങൾ എന്ത് രീതിയിൽ പോയിക്കോളൂ, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിക്കണം.
എന്തൊക്കെ പ്രസംഗം, വലിയ പ്രസംഗം, പച്ചറിയപ്പോ. ഇതേ ഇവര് തന്നെ മറ്റു മതങ്ങളൊക്കെയുള്ള വേദിയിലെത്തുമ്പോ ഉളുപ്പില്ലാതെ പറയും വർഗീയത BJP ആണ്, വർഗീയത BJP ആണ്, ഞങ്ങള് മാത്രല്ല പിടിക്കുന്നത്, ഇതര ആളുകളുണ്ട്, അവരും കൂടി കൂടിയിട്ടാണ്. ഇതല്ലേ ഇതൊക്കെ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ ഇത് കേൾക്കുമ്പോ ഇവരൊക്കെ ജാതി വർഗീയവാദികളാണ് എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയൂലേ? ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു. ഒരു സ്ഥലത്ത് മുസ്ലിം ലീഗ് പച്ചക്ക് വർഗീയത പറഞ്ഞ് വലിയ ഐക്യം ഒരു മതത്തിന്റെ പേരിൽ ഉണ്ടാക്കും. എന്നിട്ട് ഇതേ ആളുകൾ ഈ വർഗീയതക്ക് എല്ലാ രീതിയിലും വെള്ളവും വളവും ഒഴിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പൊതു സ്ഥലങ്ങളിലേക്ക് എത്തിയിട്ട് പറയും ഞങ്ങൾ എല്ലാവരും ഉണ്ടായിട്ടാണ് ഞങ്ങൾ പരാജയപ്പെടുത്തുന്നത്, ഇതാണ് മതേതരത്വം, കോപ്പാണ് മതേതരത്വം. ഇതൊക്കെ മലയാളികൾ കേൾക്കില്ലേ? ഇവര് പച്ച വർഗീയവാദികൾ. ഒരു മതത്തിന്റെ പേരിൽ പാർട്ടിക്ക് പേരുമിട്ട് കേരളത്തിൽ നടക്കുന്ന സകലരും തിരിച്ചറിയണം, കേരളത്തിലെ ആദ്യ പച്ച വർഗീയവാദികൾ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ്. ഒരു തർക്കമില്ലാത്ത വിഷയ. അത് ഈ ആയിഷ ഫർസാനയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടാൽ തന്നെ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കൂലേ? ഇതൊക്കെ സകല മലയാളികളും വിവേകത്തോടു കൂടി തന്നെ ചിന്തിക്കണം. എന്നിട്ട് ഇവർ ഉളുപ്പില്ലാതെ രംഗത്തെത്തിയിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരെയും കൂട്ടുന്നു. അതെ, രണ്ട് മുഖാണല്ലോ മുസ്ലിം ലീഗിന്, ഒന്ന് ഉള്ളിൽ വേറൊരു മുഖം, പുറത്ത് മതേതര മുഖവും. ഇതൊക്കെ ഇത്തരം പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോ സകല മലയാളികളും അങ്ങ് തിരിച്ചറിഞ്ഞാൽ മതി. ഇവിടെ കെ സുരേന്ദ്രനാണ് മഞ്ചേശ്വരത്ത് മത്സരിക്കുന്നത്. അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ മത ഐക്യമാണ് ഈ ആഹ്വാനം നടത്തുന്നത്. മത ഐക്യ ആഹ്വാനം. ഈ കെ സുരേന്ദ്രനോടൊക്കെ നേർക്ക് നേർ മുട്ടാനുള്ള ത്രാണി ഏതെങ്കിലും കാലത്ത് ഈ UDF മുസ്ലിം ലീഗിനോ ഉണ്ടായിട്ടുണ്ടല്ല. അവരും മത ഐക്യം ഉയർത്തിപ്പിടിച്ച് മത ഐക്യ പ്രസംഗങ്ങൾ നടത്തി LDFിലെയും UDFിലേക്ക് മതവോട്ടുകൾ കൂട്ടിപ്പിടിച്ചിട്ടല്ലേ ഇത്രയും കാലം കെ സുരേന്ദ്രനെ പരാജയപ്പെടുത്തിയത് എന്നല്ലേ നമ്മൾ ഇത്തരം പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം പ്രസംഗങ്ങളൊക്കെ കേൾക്കുന്ന മഞ്ചേശ്വരത്തെ സകല മലയാളികളോടോ പറയുന്ന കാസർഗോഡ് മണ്ഡലത്തിലെ സകല മലയാളികളോടോ മതത്തിന്റെ പേരിലല്ല, മനുഷ്യത്വം ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മുടെ നാടിന്റെ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് പറയുന്ന BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്തോ ML അശ്വനിയെ കാസർഗോഡും വിജയിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ കേരളത്തിലെ മതേതരത്വം ഉണ്ടാവൂ. ഈ പച്ചക്ക് വർഗീയത പറയുന്ന ആയിഷ ഫർസാനമാര് പറയുന്ന ആളുകള് കേരളത്തിൽ വിജയിക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട, നമ്മുടെ കേരളത്തിൽ വർഗീയതയാണ് ജയിക്കുക. ഇതിലും അപ്പുറം ഇനി എങ്ങനെ ഒരു മനുഷ്യന് വർഗീയത പറയാൻ പറ്റുക? ഈ ആയിഷ ഫർസാനയ്ക്ക് പറഞ്ഞതിലപ്പുറം ഒരു മനുഷ്യന് വർഗീയത പറയാൻ സാധിക്കുമോ? ഇതൊക്കെ മഞ്ചേശ്വരത്തെയും കാസർകോട്ടെയും ജനത കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് ML അശ്വനിയെയും കെ സുരേന്ദ്രനെയും അവിടുത്തെ മതേതര മനസ്സുള്ള ജനങ്ങൾ അവരെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ആയിഷ ഫർസാനയ്ക്കൊക്കെ ആട്ടം നോക്കി ഇരിക്കാം.